ആർക്കും ആവശ്യമില്ലാത്തൊരു സാധനം സത്യമാണ്. കാരശ്ശേരി മാഷിനെ കുറിച്ച് ഞാൻ പറയായിരുന്നു, എഴുത്തുകാരൻ, പ്രഭാഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ. ഇതിനേക്കാളൊക്കെ അപ്പുറം കാരശ്ശേരി മാഷ് വ്യത്യസ്തനാകുന്നത് സത്യം വിളിച്ചു പറയുന്നതിലാണ്. നിങ്ങൾ വിളിച്ചു പറയുന്നതിൽ ഒരു മൗലികത ഉണ്ടാവാറുണ്ട്. ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാറുണ്ടോ മാഷിന് ഇതിന്റെ പേരിൽ? ശത്രുക്കൾ ഉണ്ടാവും. എന്നുവെച്ചാല് ആർക്കും ആവശ്യമില്ലാത്തൊരു സാധനം സത്യമാണ്. കാരണം എല്ലാവരും മറ്റുള്ളവർ തന്നോട് സത്യം പറയണം എന്ന് വിചാരിക്കും. ഇവരാരോടും സത്യം പറയില്ല. കാരണം സത്യം പറഞ്ഞാല് പല അസൗകര്യമുണ്ട്. അതായത് ഇപ്പോ നിങ്ങളൊരു ഗവൺമെന്റിനെതിരായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ സൗജന്യങ്ങളോ സമ്മാനങ്ങളോ സൽക്കാരങ്ങളോ നിങ്ങൾക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരായിട്ട് പറയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതനെതിരായിട്ട് പറയുമ്പോൾ ആ പൗരോഹിത്യ വിഭാഗം, ഉദാഹരണം ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർക്കെതിരായിട്ട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിഷപ്പിനെതിരായിട്ട് പറയാണ്. അപ്പൊ ആ വിശ്വാസികൾ അങ്ങനെ പലരും സാഹിത്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് ഒറ്റപ്പെടും എന്ന് തീർച്ചയാക്കാതെ ഒരാൾക്ക് സത്യമാണ് എന്ന് അവനവൻ വിശ്വസിക്കുന്നത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് ശഠിക്കാൻ പറ്റില്ല. സത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ തെറ്റുണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് ഉറപ്പാക്കാവുന്ന ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാല്, നമ്മൾ ഒരാളുടെ 10 റുപ്യ വാങ്ങിയിട്ടോ